ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ നല്ല സ്പൈസി ആയിട്ടുള്ള ന്യൂഡിൽസിൻ്റെ റെസിപ്പിയാണ് പരിചയപ്പെടുത്തുന്നത്. ന്യൂഡിൽസ് ഇഷ്ടമല്ലാത്തവരും ന്യൂഡിൽസ് കഴിക്കാത്തവരും ഉണ്ടാവില്ല. അപ്പോൾ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണിത്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ മാഗി റെഡിയാക്കാനായിട്ട് ഒരു പാനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് താല്പര്യമുള്ള പാത്രം എടുക്കുക. അത് നന്നായിട്ട് ചൂടാക്കിയ ശേഷം അതിലിട്ട് 1 ടേബിൾ സ്പൂൺ ഓയിലും 1 ടീസ്പൂൺ നെയ്യും ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർക്കുന്നതിന് പകരം ബട്ടറും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ ഒരു 4 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. വെളുത്തുള്ളി നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു മീഡിയം സൈസ് തക്കാളിയുടെ പകുതിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ചെറുതാണെങ്കിൽ 1 തന്നെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ തക്കാളി നല്ല സോഫ്റ്റ് ആകുന്നത് വരെ കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇതൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കുക്കായി കിട്ടും. അപ്പോൾ തക്കാളി നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ ഒരു പച്ചമുളക് റൗണ്ടായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു മസാലയാണ് റെഡിയാക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു അരമുറി സവാള ചേർത്ത് കൊടുക്കാം. സവാള കുറച്ചൊരു കട്ടിയിൽ തന്നെയാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ക്യാപ്സിക്കം ഒരു അരമുറി ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് സ്വീറ്റ് കോൺ ആണ്. അപ്പോൾ ഇത് കുക്ക് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും. ഇനി ഇതൊരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെയാണ് വഴറ്റിയെടുക്കുന്നത്. ഇതൊന്ന് വഴറ്റിയതിന് ശേഷം ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല എരിവുള്ള മുളക് പൊടി തന്നെയാണ്. അപ്പോൾ അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ആ ഒരു സ്മെല്ല് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുത്ത ശേഷം പിന്നെ ഇതിലോട്ട് 1 ടേബിൾ സ്പൂണോളം റെഡ് ചില്ലി സോസ് ചേർത്ത് കൊടുക്കാം. സോസ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം പിന്നെ നമുക്കിതിലോട്ട് മാഗി വേവിക്കാനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു 1.5 കപ്പോളം വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഇതൊന്ന് തിളച്ച് വരണം. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് മാഗി ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ ചെറിയ 2 പാക്ക് മാഗിയാണ് എടുത്തിട്ടുള്ളത്. അത് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. മാഗി ഇട്ട് കൊടുത്ത ശേഷം പിന്നെ മാഗിയുടെ മസാലയും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ മാഗിയുടെ മസാല എല്ലാ വശത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം പിന്നെ നമുക്കിത് അടച്ചു വെച്ച് ആ മാഗി ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റൊക്കെ കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി കിട്ടും. അപ്പോൾ ഇത് നമ്മുടെ മാഗി നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇതിൽ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഞാനിത് നല്ല ഡ്രൈ ആക്കി എടുക്കുന്നില്ല. ഈ ഒരു രീതിയിലാണ് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഡ്രൈ ആക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിൽ കഴിക്കുമ്പോഴാണ് കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ടുള്ളത്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ നല്ല സ്പൈസി ആയിട്ടുള്ള ന്യൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.